നമസ്കാരം. ചേലക്കരയിൽ ഇന്ന് PV അൻവർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു. പോകുന്നത് എന്താണ് പ്രശ്നം? വയലേഷൻ അല്ലല്ലോ. നിങ്ങൾ ചീഫ് ഓഫീസറോട് നല്ല സംസാരിച്ചാണല്ലോ. ഏത് ആക്ട് പ്രകാരം വയലേഷൻ? അത് ആക്ട് ചെയ്തു അല്ല. യു റൈറ്റ് ഇറ്റ്. നോ 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 നിങ്ങൾ എന്ത് ആക്ടാന്ന് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് what is this? Restriction on election during the period of 48 years above. And then what is the restriction? It has to come to know. Notice that there has been a violation of model code of conduct from your end. It is requested to ensure that the violation of MCC being, you show me that, you show me the law. Show me. ഞാൻ നിങ്ങളുടെ ഇന്നലത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ. ഈ ഇലക്ഷന് ആരാ നേരിടുന്നത്? കുഞ്ഞുമാൻ മാറിയിട്ടെന്നാ സംസാരിച്ച് ആ നമ്പർ കൊടുക്കൂ. എന്തിനാ പെർമിഷൻ? പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ? ആ ഇല്ലല്ല, നിങ്ങൾ അത് എഴുതു. വയലേഷൻ മാത്രം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ല, അത് ആ ആക്ട് പറയൂ. നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയാ പിണയാളുകളായിട്ട് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ടെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അല്ല, നിങ്ങൾ ഇലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അതൊന്ന് വായിക്കൂ. പത്രക്കാരൊന്ന് കേൾക്കട്ടെ. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 years ബിഫോർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നൊന്ന് വായിക്കൂ. അതുണ്ടെങ്കിൽ ഇപ്പൊ എണീക്കും ഞാൻ. നമുക്ക് പത്രസമ്മേളനം ചെറുതുരുത്തി പാലത്തിന്റെ അപ്പുറം നടത്താം. പാലത്തിന്റെ അപ്പുറത്തേക്ക് ദയവായിട്ട് നിങ്ങളൊന്ന് വന്നാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷന്റെ പുറത്തു പോല അത് വായിക്കുമത്. നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയുണ്ട്. എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വാലില്ലാ കൊടാലിയെ? അത് ശരി. അല്ല, എനിക്ക് ഫോണൊന്നും വേണ്ട, നിങ്ങളത് കാണിച്ചാൽ മതി. ഇവിടെ വന്ന ഓഫീസർമാര് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാരെ ഇരിക്കുന്നത്. ആ ജനങ്ങൾക്ക് അത് അറിയണം. ആ ആക്ട് കാണിക്കും. മോഡ് ഓഫ് കോണ്ട് വായിച്ചു തരൂ. എന്താണ് വായിക്കൂ? അല്ല, നിങ്ങളത് ഫുള്ളായിട്ട് വായിക്കൂ. പിന്നെ എവിടെയും വക്കും മൂലം വായിച്ചിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളത് വായിക്കൂ. എനിക്കത് ബോധ്യപ്പെടണ്ടേ. ഞാൻ നിർത്താം. നിയമവിരുദ്ധമാണെങ്കിൽ ഈ സെക്കൻഡിൽ നിർത്തും. എന്താണ് വാട്ട് ഈസ് ദ ഇലക്ഷൻ മാറ്റേഴ്സ്? ഞാനത് ചോദിക്കട്ടെ. നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ. ആ കാര്യം പറയാൻ ഇവിടെ വന്നത്. നോ 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 ഇവിടെ 40 ലക്ഷം രൂപയാണ്. പത്രക്കാർ കേൾക്കുക. ഇതാണ് മെയിനായിട്ട് ഞാൻ വന്ന കാര്യം. ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ 40 ലക്ഷം രൂപയാണ്. ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് 34,98,00,000 രൂപയാണ് ഈ 3 മുന്നണികൾ കൂടി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ ഇലക്ഷൻ വയലേഷൻ നടത്തിയ ആളുകളെ നോക്കാൻ ഒഴിവില്ലാത്തവനാ പോകുന്നത്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതി നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെത്തി നോട്ടീസ് കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സത്യത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിക്കൊണ്ടാണോ PV അൻവർ അവിടെ വാർത്താ സമ്മേളനം നടത്തിയത്? അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു PV അൻവറിന്റെ ലക്ഷ്യം? ഒപ്പം മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ച ഒരു ഇരട്ടത്താപ്പുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ വിശദീകരിക്കുന്നത്. തുടക്കം തന്നെ പറയട്ടെ, PV അൻവർ നടത്തിയിരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, അവിടെ എത്തിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം അവിടെ എത്തി നോട്ടീസ് കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടു. നോട്ടീസ് കൊടുത്ത ശേഷം അദ്ദേഹം പറയുന്നുണ്ട് വാർത്താ സമ്മേളനം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതെല്ലാവർക്കും ബാധകമാണ്. PV അൻവറിന് മാത്രം ഒരു പ്രത്യേക നിയമമൊന്നുമില്ല. അപ്പോൾ PV അൻവർ പറയുന്നത് ഏത് ചട്ടപ്രകാരമാണ് അത് വായിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് അത് വായിക്കുന്നുമുണ്ട്. പക്ഷെ PV അൻവർ എന്താണ് ചെയ്യുന്നത്? എതിർക്കുന്നു. വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുന്നു. എന്നെ കൺവിൻസ് ചെയ്യണം, എനിക്കത് മനസ്സിലാകണം, നിങ്ങൾ മൊത്തമായിട്ട് വായിക്കൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കാവുന്നതിന് അങ്ങേയറ്റം അപമാനിക്കുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്. ഇദ്ദേഹം അവിടെ വരുന്നത് മാറ്റവും നോട്ടീസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ PV അൻവർ അപമാനിക്കുന്നതുമൊക്കെ TV-യിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ചേലക്കരയിൽ തിരഞ്ഞെടുപ്പിന്റെ അധികാരി എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇദ്ദേഹം ഫ്ലെയിം സ്ക്വാഡിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്.
എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാണ്. അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പ്രസ് മീറ്റ് വിളിക്കാൻ പറ്റില്ല, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പറയുകയാണ്. പക്ഷേ PV അൻവർ ആകട്ടെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയാണ്. അദ്ദേഹം പോയ ശേഷവും അദ്ദേഹം ഈ വാർത്താ സമ്മേളനം തുടരുന്നു. ആ തുടരുന്നതിനിടയിലും ഇദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ഈ ഉദ്യോഗസ്ഥനെ. നമ്മുടെ മാധ്യമങ്ങൾ ആരും ഈ ഉദ്യോഗസ്ഥനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അന്ന് ഈ PP ദിവ്യ ഒരു അവിടെ ആ പരിപാടിയിൽ, ആ യാത്രയയപ്പ് ചടങ്ങിൽ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ ADMനെ വിമർശിച്ചിരുന്നു. അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണല്ലോ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അന്ന് ഈ PP ദിവ്യയെ അന്ന് മുതൽ PP ദിവ്യയെ മാധ്യമങ്ങൾ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അതിന് സമാനമായ ഒരു സംഭവമല്ലേ ഇന്ന് നടന്നിരിക്കുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്ര വൃത്തികെട്ട രീതിയിലാണ് PV അൻവർ അദ്ദേഹത്തെ ആക്ഷേപിച്ചത്, അപമാനിച്ചത്. എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇതുപോലെ അത് വാർത്തയാക്കുന്നില്ല? അൻവർ ചെയ്തത് തെറ്റായിപ്പോയി, മോശമായിപ്പോയി എന്ന് പോലും പറയുന്നില്ല. ഇവിടെയാണ് സെലക്റ്റീവ് ജേർണലിസം നമ്മൾ കാണേണ്ടത്. ഇടതുപക്ഷത്തിനെതിരെ മാത്രം വാ തുറക്കുകയും അതിനുശേഷം ഏതൊക്കെ ഇതുപോലെ കോലീബി സഖ്യങ്ങൾ, ഇതുപോലുള്ള അരാഷ്ട്രീയവാദികളായിട്ടുള്ള അൻവറിനെ പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കണ്ട ഭാവം നടിക്കുകയില്ല. ആ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം എന്നല്ല ആരാണെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പെട്ടെന്ന് ഈ രീതിയിലൊക്കെ ഒരാൾ റിയാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു അപമാനിക്കപ്പെട്ടതുപോലെയൊക്കെ ഒരു ഫീല് തോന്നും. പക്ഷേ അദ്ദേഹം വളരെ സൗമ്യനായി പെരുമാറുന്നു. അവിടെ എന്താണ് പൊളിഞ്ഞു വീണത് എന്ന് കൂടി ഞാനൊന്ന് വിശദീകരിക്കാം. അൻവർ എന്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയോ? അതായത് ഇലക്ഷന് തലേ ദിവസം അറസ്റ്റ് ചെയ്യപ്പെടണം. അറസ്റ്റ് ചെയ്യപ്പെട്ടാലാണ് എന്ത് ചെയ്യാൻ പറ്റൂ? അതായത് പിണറായി വിജയൻ ചെയ്യിപ്പിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ പറ്റൂ. അതായത് എല്ലാം പിണറായി വിജയനാണ്, എല്ലാത്തിനും പിന്നിലും പിണറായി വിജയനാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ ഉരുക്ക് കോട്ടയാണ്. അപ്പം ഈ ഉരുക്ക് കോട്ടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചലനം ഉണ്ടാക്കാനുള്ള 18ാമത്തെ അടവാണ്. അത് ഈ DMK സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയല്ല എന്ന കാര്യവും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി പയറ്റി നോക്കിയതാണ്. ഈ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള വ്യക്തിയോടാണ് ഈ തട്ടിക്കയറുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്, സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യുമെന്നാണ് ഈ പറയുന്ന PV അൻവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അത് കൊടുത്തു. ശേഷം അദ്ദേഹം മടങ്ങി. അവിടെയാണ് അൻവറിൻ്റെ തിരക്കഥയും അൻവറിൻ്റെ മുഴുവൻ ഇതുവരെ നടത്തിയ നീക്കങ്ങളും പൊളിഞ്ഞു പാളിയത്. അതിനുശേഷം അൻവർ എന്താണ് ചെയ്യുന്നത്? അതിനുശേഷം അൻവർ വീണ്ടും ഈ പത്രസമ്മേളനം തുടരുകയാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും പോലീസുകാരെത്തും, അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് അൻവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് നടന്നില്ല. നടക്കാതെ വന്നപ്പോൾ എന്താണ് അൻവർ ചെയ്യുന്നത്? അൻവർ പിണറായി വിജയനെതിരെ ഒത്തിരി സംസാരിക്കുന്നു, പിണറായി വിജയൻ സർക്കാരിനെതിരെ സംസാരിക്കുന്നു, മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സംസാരിക്കുന്നു. അങ്ങനെ ഒരു പ്രകോപന അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അൻവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ഇദ്ദേഹം ഉന്നയിക്കുന്ന പല ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അൻവർ സ്ഥിരം പല്ലവി തന്നെ, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. ഇതുപോലൊരു കാട്ടുകള്ളൻ, പെരുന്നുണയൻ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വേറെ കാണില്ല എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അൻവറിന് മാത്രമായിട്ട് ഒരു നിയമം അതെന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അൻവർ തന്നെ കോടതി, അൻവർ തന്നെ പോലീസ്, അൻവർ തന്നെ വിശുദ്ധൻ. അത് അൻവർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അൻവർ ഏത് വിഷയം വന്നാലും അൻവറിൻ്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ സത്യത്തിൽ നമുക്ക് അൻവറിൻ്റെ സത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. ഇയാൾ ഈ ലോകത്തൊന്നും അല്ലേ, അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കടുത്ത പിണറായി വിരുദ്ധതയിൽ നിന്ന്, ഇടത് വിരുദ്ധതയിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇതൊക്കെ. ഇപ്പൊ തന്നെ അറിയാമല്ലോ, അവിടെ കള്ളപ്പണം പിടികൂടിയിട്ടുണ്ട്. ആ കള്ളപ്പണം പിടികൂടിയത് അത് CPMന്റെ കള്ളപ്പണമാണ്, മന്ത്രി മുഹമ്മദ് റിയാസാണ് അത് കൊടുത്തത് എന്ന രീതിയിലൊക്കെ വളരെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങൾ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നിനും ഒരു തെളിവുമില്ല.
ഒന്നും മുന്നോട്ട് വെക്കാനുമില്ല. ഇങ്ങനെ വാ പോയ കോടാലി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു മഹാദുരന്തമാണ് അൻവറെ, നിങ്ങളെന്ന് പറയാതെ വയ്യ. നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെയാണ് LDF സഹിച്ചത് എന്ന് തോന്നിപ്പോവുകയാണ്. നിങ്ങളെ ഈ LDFിൽ നിന്ന് എടുത്തു കളഞ്ഞത് എന്തുകൊണ്ടും നന്നായി എന്ന് ഇപ്പോൾ സഖാക്കളും നന്നായി തന്നെ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ വോട്ട് പിടിക്കാൻ വേണ്ടി കൊടിയും പിടിച്ചിറങ്ങിയതെന്ന് നിലമ്പൂരിലെ സഖാക്കൾ ഓർത്ത് ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും. ഇത്രത്തോളം ഒരു വിവരദോഷിയായ, ഇത്രത്തോളം ഒരു അധികാരമോഹിയായ, ഇത്രത്തോളം ഇടത് വിരുദ്ധനായ ഒരു PV അൻവർ എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടാകുമെന്ന്. അതായത് സഖാക്കളുടെ വോട്ടും മേടിച്ച് ജയിച്ച് MLA ആയി അവസാനം ഈ പാർട്ടിക്കെതിരെയും ഈ സർക്കാരിനെതിരെയും ഒക്കെ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്ന അൻവറെ, നിങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായാലും ജനങ്ങൾ മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.